വിഷു ചിത്രങ്ങളുടെ മുന്നിലും തലയുയർത്തി ലാലേട്ടൻ നായകനെടുത്തിയ എമ്പുരാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് സർവീന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സാധാരണ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ മൂന്നാം ശനിയാഴ്ചയായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയായതുകൊണ്ടുതന്നെ വളരെയധികം സിനിമാ പ്രേമികൾ ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം ആദ്യ ദിനങ്ങളെല്ലാം തന്നെ വൻ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. വിഷു റിലീസായിട്ട് കഴിഞ്ഞ ഈ ആഴ്ച ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എമ്പുരാന് വലിയൊരു അടി കിട്ടുമെന്ന് നമ്മൾ കരുതിയതാണ്. അതുപോലെ തന്നെ കളക്ഷന് ഏറ്റവും പിന്നോട്ട് പോകാൻ എമ്പുരാന് സാധിച്ചെങ്കിലും മൂന്നാം ഭാരത്തിൽ മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 45 ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ചിത്രത്തിന് ഏകദേശം 18ാം ദിനം ഇത്ര മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 262 കോടി ചിത്രം പിന്നിട്ടിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 84 കോടി രൂപ സ്വന്തമാക്കിയ ചിത്രം 5 കോടി പിന്നിട്ട 2018 എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രത്തിന്റെ കളക്ഷനും തകർക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ തന്നെ കേരളത്തിൽ സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.